നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കേറ്റിക്കൽ. നമ്മളുടെ ബെയറിൽ ഇഷ്ടം പോലെ ജെല്ലി ഫിഷ് ഉണ്ട്. ഇന്ന് ചൂണ്ടാൻ പോയപ്പോൾ വീണ്ടും ജെല്ലി ഫിഷുകളെ കണ്ടു. ജെല്ലി ഫിഷ് ഉള്ള ദിവസങ്ങളിൽ വളരെയധികം മീൻ കുറവാണ് നമുക്ക് ലഭിക്കാറ്. പക്ഷേ ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചേക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ പക്ഷെ നമുക്കിന്ന് ചൂണ്ടിടാൻ പോയിട്ടൊന്നും കിട്ടിയില്ല, ആകെ വിഷമമായിരുന്നു. പക്ഷേ ഈ ജെല്ലി ഫിഷ് വഴി ഒരു 50 പേർക്ക് 50 ബോട്ടോളം ആളുകൾ ജെല്ലി ഫിഷിനെ പിടിച്ച് അതിൻ്റെ അടിവശം മാത്രം കട്ട് ചെയ്തെടുത്ത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദുഃഖമായാലും മറ്റുള്ളവർക്ക് ജെല്ലി ഫിഷ് വഴി സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബെഹ്റിനിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ആളുകൾ ജെല്ലി ഫിഷിനെ ബോട്ടിൽ വന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ അടിവശം മാത്രം കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ആ മോൾ വശം അവർ കളയും. അതാണ് ഇങ്ങനെ പകുതി ഒട്ടുമുക്കാൽ ഭാഗം ഈ അടിവശം കട്ട് ചെയ്തെടുത്ത് മുകൾ വശം വെള്ളത്തിലേക്ക് തന്നെ അവർ കളയാണ് ചെയ്യുന്നത്. ഇത് അവർ പറഞ്ഞത്, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ചൈനയിലേക്ക് മെഡിസിൻ യൂസിന് വേണ്ടി കയറ്റി അയക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഈ കട്ട് ചെയ്ത് കളയുന്ന ഈ ബാക്കിയുള്ള വശങ്ങൾ ഉണ്ടല്ലോ, നമ്മളുടെ മുകളിലത്തെ ഭാഗമൊക്കെ, അത് സാഫിയൊക്കെ വന്ന് നന്നായിട്ട് കഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഭൂമിയിലൊന്നും ദൈവം വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയില്ലേ. പക്ഷെ ജെല്ലി ഫിഷിനെ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഓരോ വസ്തുവിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയില്ല, ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ 50 പേരോളം 50 ബോട്ടുകളുണ്ട്. 50 ബോട്ട് എന്ന് പറയുമ്പോൾ 2 പേര് വെച്ചുണ്ട്. അപ്പം 100 പേർക്കെങ്കിലും ഇന്ന് അവർക്കൊരു വരുമാനമായിട്ട് ഈ ജെല്ലി ഫിഷ് വഴി അവർക്കിന്ന് വരുമാനം കിട്ടി. അപ്പോൾ ബെഹ്റിനിൽ നമ്മൾ ഇഷ്ടം പോലെ ജെല്ലി ഫിഷ് എല്ലാവരും കാണുന്നുണ്ടാവും. കോടിക്കണക്കിന് ജെല്ലി ഫിഷുകൾ പോകുന്നുണ്ട്. പക്ഷെ അതും ഓരോരുത്തരുടെ വരുമാന മാർഗ്ഗമെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊന്നും കിട്ടാറില്ല. പക്ഷേ നന്നായിട്ട് കഷ്ടപ്പാട് കഴിക്കുന്നുണ്ട് കേട്ടോ അവർ. ഈ നട്ടപ്പാറ വെയിലത്ത് ഇങ്ങനെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നന്നായിട്ട് കഷ്ടപ്പാട് ചെയ്തിട്ട് തന്നെയാണ് അവർക്ക് ഈ വരുമാനം കിട്ടുന്നത്. എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ഇവർക്ക് എത്ര രൂപയ്ക്കാണ് ബാക്കിയുള്ളവർ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ബെഹ്റിനിൽ ഇങ്ങനെ അവർ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ജെല്ലി ഫിഷ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള മെഡിസിനൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് വളരെ കുറവ് ആളുകൾക്കറിയാം. പലപ്പോഴും ആളുകൾക്ക് ജെല്ലി ഫിഷിനെ പേടി മാത്രമാണ്. പക്ഷേ ഈ ജെല്ലി ഫിഷ് ചൊറിച്ചിലൊന്നും ഇല്ലാത്ത ജെല്ലി ഫിഷാണ് കേട്ടോ. ഇത് ബാക്കിയുള്ള ജെല്ലി ഫിഷുകളെ പോലെ ഈ ചൊറിച്ചിലോ അല്ലെങ്കിൽ പോയ്സണൊന്നും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ജെല്ലി ഫിഷിനൊക്കെ കളക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.